മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കരുതൽ 2015. ഈ ജനസമ്പർക്ക പരിപാടി ആരംഭിച്ചപ്പോൾ ഇത് ഇത്രയും വലിയൊരു സൂപ്പർ പദ്ധതിയാവുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല. കേരളത്തിലാകെ ഇപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നടത്തുന്നത്. എല്ലാ പ്രാവശ്യവും എല്ലാ സ്ഥലങ്ങളിലും മുൻകാലങ്ങളിൽ വന്നതിനേക്കാളും ധാരാളം ആൾക്കാർ കൂടുതലായിട്ട് വരുന്നു. ഇത് വെറും രോഗികൾ വരെ അവർക്ക് ചികിത്സ കൊടുക്കുന്ന ഒരു CMDRF കൊടുക്കുന്ന ഒരു പദ്ധതിയല്ല. ഇതിൽ ധാരാളം നിയമങ്ങൾ, പല നമ്മുടെ പഴയ കാലത്ത് ഉണ്ടാക്കി വെച്ച നിയമങ്ങളൊന്നും ഒരിക്കലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ പല നിയമങ്ങളുണ്ടാക്കിയോടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഈ ജനസമ്പർക്ക പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഒരു 45ഓളം നിയമങ്ങളാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷേ വളരെ പ്രയാസമുണ്ടായിരുന്നു. 45ഓളം പ്രശ്നങ്ങളാണ് ഇപ്പോൾ പരിഹരിച്ചത്. ഇത് പിന്നെ ഓരോരോ പ്രാവശ്യം അതിൻ്റെ സപ്പോർട്ട് ഇങ്ങനെ കൂടി വരികയാണ്. നമ്മുടെ ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും ഇല്ല, ഈ ലോകത്ത് തന്നെ ഇത്രയും ജനങ്ങളോട് നേരിട്ട് ഇടപഴകുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് UN സമ്മാനമൊക്കെ അദ്ദേഹത്തിന് കിട്ടിയത്. ഇപ്പോൾ ഈ നമ്മുടെ മലപ്പുറം ജില്ലയെ മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 9000-ലധികം വരുന്ന, അല്ലെങ്കിൽ 10,000-ന് താഴെ വരുന്ന ആൾക്കാരാണ് ആദ്യമായിട്ട് ഇത് നമ്മുടെ രജിസ്റ്റർ ചെയ്തത്. ഈ പ്രാവശ്യം അത് ആദ്യം തന്നെ ഏകദേശം 20,000-ഓളം ആൾക്കാർ, 19,070 ടു ബി പ്രിസൈസ്, 19,070ഓളം ആൾക്കാർ ആദ്യം ഇത് ചെയ്തു. ഇന്നിപ്പോൾ ഉടനെ വേറെ ഇപ്പോൾ ഇതുവരെയുള്ള 2 മണിക്കൂറിനിടയിൽ 5,000-ഓളം ആൾക്കാർ പുതുതായിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, പഴയ കാലങ്ങളിലൊക്കെ ആംബുലൻസിൽ ധാരാളം ആൾക്കാർ ഇതേ സ്ഥിതിയിലേക്ക് വന്നിരുന്നു. ഇത് നമ്മളെ ആംബുലൻസ് വരുത്തുന്നത് നിരുത്സാഹപ്പെടുത്തി തീരെ വരാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടു. ആ അഡ്വാൻസ് ആയിട്ട് പെർമിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടീമുണ്ട് ഡോക്ടർമാരുടെ, ആ ഡോക്ടർമാരെ വീടുകളിൽ വിസിറ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ ഫണ്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ട സാധാരണക്കാരായ സമൂഹത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ആശാകേന്ദ്രമായിട്ട് ഇതേപോലുള്ള ജനസമ്പർക്ക പരിപാടി മാറി എന്നുള്ളതാണ് സത്യം.